नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 83. വസുദേവർ അനുഷ്ഠിച്ച യാഗകർമ്മങ്ങൾ. പേജ് നമ്പർ 819. സൃഷ്ടിസ്ഥിതി സംഹാര പ്രക്രിയകൾ ഭഗവാൻ കൃഷ്ണനെ ബാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജ്ഞാനം തൻ്റെയല്ലാതെ മറ്റൊരാളുടെയും സ്വാധീനത്തിനു വിധേയമല്ല. ഭൗതിക ഗുണങ്ങളുടെ പരസ്പര പ്രവർത്തനം അദ്ദേഹത്തെ ആകുലപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തിൻ്റെ അതീന്ദ്രിയ രൂപം ജ്ഞാനമയമാണ്. അഹന്ത, അജ്ഞത, അസൂയ, ആസക്തി, വിഷയസുഖം എന്നിവയ്ക്കൊന്നിനും അതിനെ ഇളക്കാനാവില്ല. അദ്ദേഹത്തിൻ്റെ ജ്ഞാനം പുണ്യപാപങ്ങളെ സംബന്ധിക്കുന്ന കർമ്മനിയമങ്ങൾക്ക് ഒരിക്കലും വിധേയമല്ല. ഭൗതിക ശക്തിയുടെ ത്രിഗുണങ്ങൾക്കും അതിനെ സ്വാധീനിക്കാനാവില്ല. അദ്ദേഹത്തിനു തുല്യനോ അദ്ദേഹത്തെക്കാൾ വലിയവനോ ആയിട്ടും ആരുമില്ല. കാരണം അദ്ദേഹം സർവാധികാരിയാണ്, പരമപുരുഷനാണ്. ബുദ്ധി, മനസ്സ് എന്നീ ഭൗതികേന്ദ്രിയങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ബദ്ധാത്മാവ് കൃഷ്ണനു തുല്യനാണെന്ന് കരുതിയേക്കാം. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ സൂര്യനെപ്പോലെയാണ്. മഞ്ഞ്, മേഘം, ഇതര ഗ്രഹങ്ങൾ എന്നിവയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നു ചിലപ്പോൾ തോന്നിയാലും സൂര്യൻ ഒരിക്കലും മറയ്ക്കപ്പെടുന്നില്ല. ഇത്തരം ശക്തികൾ കൊണ്ട് അല്പബുദ്ധികളായ മനുഷ്യരുടെ കണ്ണു മറയ്ക്കപ്പെടുമ്പോൾ സൂര്യൻ അദൃശ്യനാണെന്ന് അവർ കരുതുന്നു. അതുപോലെ ഇന്ദ്രിയങ്ങളാൽ സ്വാധീനിക്കപ്പെടുകയും ഭൗതിക സുഖങ്ങളിൽ അമിതാസക്തരാവുകയും ചെയ്യുന്നവർക്കു പരമപുരുഷനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകാൻ വഴിയില്ല. ഭഗവാൻ കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും മറ്റ് അനേകം രാജാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ അവരുടെ അപേക്ഷയനുസരിച്ച് മഹർഷിമാർ വസുദേവരോടു സംസാരിച്ചു തുടങ്ങി. അവരുടെ നിർദ്ദേശം ഇപ്രകാരമായിരുന്നു. കർമ്മത്തിൻ്റെ അഥവാ സുഖാനുഭോഗത്തിനായുള്ള പ്രവർത്തനങ്ങൾക്കു പ്രേരിപ്പിക്കുന്ന അഭിലാഷങ്ങളുടെ പ്രത്യാഘാതത്തെ നിർവീര്യമാക്കാൻ ഭഗവാൻ വിഷ്ണുവിനെ പൂജിക്കാനുദ്ദേശിച്ചുകൊണ്ടുള്ള നിർദ്ദിഷ്ട യാഗങ്ങൾ തികഞ്ഞ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി അനുഷ്ഠിക്കുകയാണു വേണ്ടത്. എല്ലാ യാഗങ്ങളുടെയും ഗുണഭോക്താവ് ഭഗവാൻ വിഷ്ണുവാണ്. ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഭൗതിക മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത് മുക്തിയുടെ മാർഗം തെളിച്ച് അതുവഴി അതീന്ദ്രിയമായ പരമാനന്ദം നേടാൻ ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കണമെന്ന്
കാലത്തിൻ്റെ 3 ഘട്ടങ്ങളായ ഭൂതം, ഭാവി, വർത്തമാനം എന്നിവയെക്കുറിച്ച് വ്യക്തമായ ഉൾക്കാഴ്ച നേടാൻ വേണ്ടത്ര അനുഭവജ്ഞാനം നേടിയവരും മതഗ്രന്ഥങ്ങളുടെ കണ്ണിലൂടെ സർവവും വ്യക്തമായി നോക്കിക്കാണാൻ കഴിവുള്ളവരുമായ മഹാന്മാരും മഹർഷിമാരും ഏകസ്വരത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിവിധ സാമൂഹ്യ ക്രമങ്ങളിൽപ്പെട്ട ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ഗൃഹസ്ഥാശ്രമികൾക്കൊക്കെ പുരുഷോത്തമനെന്നും ആദിപുരുഷനെന്നും അറിയപ്പെടുന്ന ഭഗവാൻ വിഷ്ണുവെന്ന പരമപുരുഷനെ പൂജിക്കുന്നതാണ് ശുഭകരമായ മാർഗമായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഹരേ കൃഷ്ണ.